ബത്താം പോവാണ്. 21 ലക്ഷം ഡ്രസ്സില്ലാണ്ട് ബത്താമിൽ നടക്കേണ്ടി വന്നാൽ അതൊക്കെയാണ് കാണാൻ. നിഖിൽ നായർ തൃശ്ശൂരാണ് വീട്. 27 ലക്ഷം രൂപ കയ്യിലിപ്പോൾ ഉണ്ട്. ആർക്ക് വേണേലും വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ തരുന്നതാണ്. അപ്പൊ കാണാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് ബത്താം പോവാണ്. ബത്താം ബേസിക്കലി ഒരു ഇന്തോനേഷ്യൻ ഐലൻഡാണ്. സിംഗപ്പൂരിന് 1 hour ഫെറി. ഒളിച്ചിരിക്കുന്ന അപ്പോൾ ഞങ്ങൾ റെഡിയായി വന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആക്കിക്കു. ഇവിടെ ബാഗൊക്കെ എവിടെ അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെ ബാഗ്, 2 പേരുടെ അല്ല 4 പേരുടെയും കൂടി 2 ബാഗും മിനിമൽ സാധനമായിട്ടാണ് പോണത്. അതെ, ഒരു കപ്പിളിന് ഒരു ബാഗ് അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ബിബിൻ ചേട്ടൻ വർക്കൊക്കെ അതിന് വന്ന് റെഡിയായി നമ്മളെല്ലാരും കൂടി പോകാൻ പോണേണ്. ഇനി ബാക്കി 2 പേരും കൂടെ ഉണ്ട്, അവർ പിന്നെ ജോയിൻ ചെയ്യും. അപ്പൊ കാണാം. നമുക്ക് എങ്ങാട് നോക്കിയൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിച്ചാ നമുക്കൊന്ന് അതെ, എന്നാലും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം എന്നാണ് അതിന്റെ ഒരു മര്യാദ. പക്ഷെ എല്ലാരും ഒരു മിനിറ്റ് കണ്ണടയ്ക്കൂ. എല്ലാരും കണ്ണടയ്ക്കൂ. കൂട്ടപ്രാർത്ഥന. അതെ, ഒരു ഇച്ചിരി വെട്ടമുള്ളടത്ത് നിന്ന് പ്രാർത്ഥിച്ചേ. എല്ലാരും ദൈവമേ കാത്തോളണേ, ഞങ്ങളെ മാത്രം കാത്തോളണേ. ഇറങ്ങ ഞങ്ങള് സൺഡേ തിരിച്ചു വരാം. ബൈ വീടേ. അവര് ടിക്കറ്റ് എടുക്കാൻ പോയി. നമുക്ക് ബാഗ് ഞാൻ ഇളക്കി എടുത്തോണ്ട് വന്നതാ. നമ്മള് പാവങ്ങള്, റിച്ച്. നമ്മുടെ നാട്ടിൽ ഫെറി എടുത്തു പോകുമ്പോൾ പാസ്പോർട്ടൊന്നും വേണ്ട. പക്ഷെ ഇവിടെ വേറൊരു കൺട്രി പോകുന്നതുകൊണ്ട് ഇതൊക്കെ വേണം. ഇവിടെയാണ് ചെക്ക് ഇൻ. ക്യാമറ എടുക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ എടുത്തു. വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ എടുത്തു. ഇനി എടുത്താൽ പ്രശ്നമോ, അതുകൊണ്ട് ഞങ്ങൾ ഓഫ് ചെയ്യുവാണ്. ഹായ് വ്ളോഗർ. ഹലോ. ഇവിടെ നിന്ന് ഇനി ക്യൂ നിന്ന് നമ്മൾ ഫെറി കയറി പോവും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. എല്ലാത്തിൻ്റെ മിനിയേച്ചറും ഇവിടെ അവൈലബിൾ ആണ്. കൊള്ളാലോ. മങ്കി ഷോൾഡറൊക്കെ ഏകദേശം ഇതിന് ഒരു 10,000 രൂപ വരും. എന്താല്ലേ. ഭയങ്കര ധൃതിയിൽ ഓടണാണ്. സീറ്റ് കിട്ടാനാണോ എന്നറിയില്ല. എല്ലാവരും ഓടുന്നു, നമ്മൾ ഓടുന്നു. സീറ്റ് നമ്പർ ഒന്നുമില്ല. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. കുറച്ച് പേര് വന്നായിരുന്നു, അപ്പോൾ അവരെ കാണാനില്ല. അകത്തുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാ, പിന്നെ കാണാനില്ല. ശ്വാസം കിട്ടിയ ടൈറ്റാനിക് മുങ്ങുന്ന പോലെ മുങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി ഇവര് നമുക്ക് ഷിപ്പിന്റെ ഒരു ഒരു മാപ്പൊക്കെ തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമ്മൾ രക്ഷപ്പെടണം. പഠിച്ചു വെച്ചേക്കാം. താരമെന്ന് കണ്ടോ വീഡിയോ കയറി. ഇത് സീരിയൽ സെറ്റ് കത്തിച്ചിട്ടേക്കുന്നതല്ല, കേബിൾ കാറാണ്. അല്ലേ ചേച്ചി? കണ്ട സീരിയൽ സെറ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഇത് സിംഗപ്പൂരിന്റെ കേബിൾ കാറാണ്. ഇന്നത്തെ താരം എൻജോയിങ് ദ പ്രകൃതി. അതെ, സിഗരറ്റിനോണം. പിന്നെ കുറച്ചു നേരം പുറത്തൊക്കെ നിന്ന് ചില്ല് ചെയ്തിട്ട് ഞാൻ മാത്രം അകത്തോട്ട് വന്നിരുന്നു.
ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതേപോലെ കുറേ സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ട് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തി. പക്ഷെ ഇത് വായിച്ചോണ്ടിരുന്നത് എന്താ? ഇവള് പറഞ്ഞത് 2 സൈഡും തുറക്കുന്ന, ഇവള് കടലിലേക്ക് ചാടുമായിരിക്കും. കേറിയത് ഇപ്പുറത്തൊഴിയാ. ശരിയാ. ഓക്കെ, ഒന്നും പറയാനില്ല. ചേച്ചി പറഞ്ഞ പോലെ കറക്റ്റ് സൈഡ് തുറന്ന്. ഇതിന്റെ അപ്പുറത്തോട്ട് ഇമിഗ്രേഷൻ. അവിടെ ഇവിടെ ഇനി അങ്ങനെ ക്യാമറ പറ്റില്ല. അതെ, ഇത് ഇവിടെ 4 ദിവസം നിക്കാൻ പറ്റുള്ളൂ. അതിന്റെയാണ് ഇത്. 4 ദിവസം നമുക്ക് ഇവിടെ നിക്കാം. This is Abang. Who is Abang? അബാങ് എന്ന് വെച്ചാൽ ചേട്ടാന്നൊക്കെ പറയണ പോലെയാണ് ഇന്തോനേഷ്യയില്. Do you remember me? 1 ലക്ഷം. ഏത് ലക്ഷപ്രഭു തന്നെ. റിച്ച് പീപ്പിൾ പ്രോബ്ലംസ്. ഫുൾ റിച്ച് പീപ്പിൾ. 27 ലക്ഷം രൂപ കയ്യിലുള്ള ആളാണ്. ആർക്കെങ്കിലും കടം വേണമെങ്കിൽ നിഖിൽ ജ്ഞാനേശ്വർ തൃശ്ശൂരാണ് വീട്. 27 ലക്ഷം രൂപ കയ്യിലിപ്പോ ഉണ്ട്. ആർക്ക് വേണേലും വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ തരുന്നതാണ്. ഇവന്റെ എബി ചക്കിയേത്ത് വരാപ്പുഴ. അപ്പൊ ശ്രുതി സന്തോഷ് കൊല്ലല്ലോ തിരുവല്ല ചെന്നതിനാ അവിടെ നിന്നും കിട്ടുന്നതാണ്. ഇവരുടെയൊക്കെ കയ്യിൽ 27 ലക്ഷം വെച്ചുണ്ട്. ബാഗ് കാണാണ്ട് പോയി. അതേ ഇരിക്കുന്നു. കിട്ടി. ഗോട്ട് ഇറ്റ്. ഡ്രസ് ഇല്ലാണ്ട് നമ്മൾ 10ാം നടക്കേണ്ടി വന്നാണ്. ബാഗൊക്കെയാണ് കാണാണ്ട് പോണത് ഗൈസ്. ബാഗ് കിട്ടി ഗൈസ്. മിഷൻ സക്സസ്. ഇപ്പൊ തുണിയിലാണ്ട് നടക്കേണ്ടി വന്നാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഫുഡ് ഇവിടുത്തെ ഫുഡ് കോർട്ട് പോലത്തെ സെറ്റപ്പാണ്. ഭയങ്കര ക്രൗഡഡല്ല, സാധാരണ ഭയങ്കര തിരക്കായിരിക്കും. അമ്മേ ഇടിക്കരുത്. ഇതെന്ത് സാധന? മാനിറച്ചിയാ ഗൈസ്, മാനിറച്ചി. ചെറിയ മീൻ വന്നിട്ടുണ്ട്. ചെറിയ മീൻ. വിളിച്ചാ പോരെ? വരില്ലേ? തന്നോളൂ. നമ്മളെങ്ങനെ ഹോട്ടലെത്തി. അമ്മേ, ഇതാണ് നമ്മുടെ ഹോട്ടൽ. അത്യാവശ്യം സൈസ് പൊക്കമുണ്ട്. ഇവനൊക്കെ 120-130 സെന്റിമീറ്റർ കിടക്കുന്ന തെണ്ടിയൊക്കെയാണ് എന്റെ അടുത്ത് നോക്കി സംസാരിക്കുന്നത്. ഇവനൊക്കെ എന്റെ മുഖത്ത് നോക്കാൻ
ആ. ചേച്ചി ഏത് റൂമാ? സ്വരം മാത്രമുള്ളല്ലോ. ആ ഓഫ്, ഒരിത്തിരി അപ്പുറത്താണേലും ഒന്നിച്ച് ടിക്കറ്റ് വല്ല റൂം ബുക്ക് ചെയ്തിട്ടേ. കിട്ടിയില്ലേ? തുറന്നില്ലേ? അവർക്കൊരു മെസ്സേജ് നിങ്ങളുടെ റൂം എങ്ങനെയുണ്ട്? റൂം വിസിറ്റിന് വന്നതാ. കണ്ട അല്ല, വ്യത്യാസമുണ്ട്. ബാത്റൂമിന്റെ അറേഞ്ച്മെന്റ് ആണോ? ആ, ഇതാണ് റൂം. ആ, ഞാൻ തുറന്നു. അത് നല്ല ടയേർഡായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒപ്പം തന്നെ പോയി കിടന്ന് ഉറങ്ങി. അങ്ങനെ അവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.